നമുക്ക് ഫഹദിന്റെ രാജമണിക്ക് കണ്ടിരുന്നു. അപ്പം ഫഹദ് തന്നെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയുണ്ടായി രാജമാണിക്കും ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നു അത്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മളൊരു റെഫറൻസ് വെച്ചാൽ ഓക്കെ, പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. മമ്മൂക്കനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാമെന്ന് എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ നേരത്തെ എപ്പോഴും മമ്മൂക്കാനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പം അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിനിസ്റ്റർ രാജ വരാറായി. മിസ്റ്റർ വേണം. അതെ, ഇനിയിപ്പോൾ നമുക്ക് ടർബോ കഴിയട്ടെ. ടർബോയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടിയും എന്തെങ്കിലുമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു അടിക്കാരൻ, അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളെക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും ഈ സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത്. അതിനകത്തുള്ള അടിയേ നടക്കുള്ളൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ വീട്ടിക്കൊണ്ട് പൊമ്പലമായി പോകുന്നു. പക്ഷെ ജോസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ സമാധാനം. അതിൻ്റെ ഒരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമ. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത്. ഇതാണ് കഥ.